സ്കൂളിൽ പോയിട്ട് വരും, ഡ്രസ്സ് മാറും. അന്നേരത്തേക്ക് അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഞാനും അനിയത്തിയും ഇറങ്ങി വരും. എന്നിട്ട് ഒരു ദിവസം 15 മുതൽ 20 വരെ പാക്കറ്റ് പോകും. എനിക്ക് 2 കുട്ടികളാണുള്ളത്. ഞാനൊരു സിംഗിൾ പേരൻ്റാണ്. അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഞങ്ങളുടെ ജീവിത ചെലവിനും വാടക കൊടുക്കാനും എല്ലാം ഇതിൽ നിന്നാണ് നമ്മൾ വരുമാനം കണ്ടെത്തുന്നത്. തിളച്ച എണ്ണയിൽ വീണ മാവ് ഉണ്ണിയപ്പമായി പരുവപ്പെടുന്നത് പോലെയാണ് സ്നേഹയുടെ ജീവിതം. 6 വർഷം മുമ്പ് അച്ഛൻ ഉപേക്ഷിച്ചു പോയി. ഉണ്ണിയപ്പം വിറ്റ് 2 പെൺകുട്ടികളെ വളർത്തിയിരുന്ന അമ്മ സാൻഡി രോഗിയായി. തിരിച്ചടികളിൽ അവൾ പതറിയില്ല. പാഠപുസ്തകങ്ങൾക്കൊപ്പം അവൾ ഉണ്ണിയപ്പ പാക്കറ്റുകൾ കയ്യിലെടുത്തു. സ്റ്റഡി ടേബിൾ മുറിയിൽ നിന്ന് ഈ റോഡരികിലേക്ക് കൊണ്ടുവന്നിട്ടു. ഇവിടെ വന്നിരുന്ന് എഴുതും. എന്തെങ്കിലും വായിച്ചു പഠിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നാൽ പറ്റും. സാൻഡി മക്കൾ സ്കൂളിൽ നിന്ന് എത്തുമ്പോഴേക്കും ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കും. കുട്ടികൾ 2 പേരും വിൽക്കാനായിട്ട് ഇരിക്കാറുണ്ട്. അവരുടെ പഠിത്തം കഴിഞ്ഞ് അവർ ഈവനിങ് വന്നതിന് ശേഷമാണ് സാധാരണ വിൽക്കുന്നത്. 1 കിലോ മാവ് ഉപയോഗിച്ചാണ് ഒരു ദിവസം ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. അത് തീരുന്നതുവരെയാണ് കച്ചവടം. ചിലപ്പോൾ പഠനവും കച്ചവടവും തീരാൻ രാത്രി ഏറെ വൈകും. റോഡ് വിജനമാകുമ്പോൾ പേടി തോന്നില്ലേ എന്ന് ഞങ്ങൾ അവളോട് ചോദിച്ചു. പേടി ആവില്ല, എനിക്ക് പേടിയില്ല. രാത്രി എത്ര വൈകിയാലും അമ്മ സാൻഡിയുടെ കൺവെട്ടത്ത് തന്നെ മകൾ ഉണ്ടാകും. മിക്ക ദിവസങ്ങളിൽ തീർന്നു പോകാറുണ്ട്. ചിലപ്പോഴൊക്കെ ചില സാഹചര്യങ്ങളിൽ 10 മണിക്ക് ശേഷം ഇരിക്കേണ്ടി വരാറുണ്ട്. 10ാം ക്ലാസ്സിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ഓടെയാണ് സ്നേഹ ജയിച്ചത്. +1ലും ആ മികവ് തുടരുന്നു. സ്വന്തമായി വീടില്ല എന്നത് മാത്രമാണ് സ്നേഹയുടെയും കുടുംബത്തിന്റെയും ദുഃഖം. സ്നേഹയെപ്പോലെ ഒരുപാട് കുട്ടികൾ നമുക്കിടയിലുണ്ട്. ജീവിതത്തിലെ പ്രതിസന്ധികൾക്കിടയിൽ വാശിയോടെ മുന്നോട്ട് പോകാൻ സ്നേഹ അവർക്കെല്ലാം ഒരു പ്രചോദനമാകട്ടെ. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിൻസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. ജെയിൻസ് രാജു ചേരുന്നുണ്ട്. ഒപ്പം ഗുഡ് മോർണിംഗ് ജെയിൻ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഈ സത്യത്തിൽ ഈ പെൺകുട്ടിക്ക് ഭയമില്ലേ രാത്രി ഇരിക്കാൻ എന്ന ഒരൊറ്റ ചോദ്യമാണ് ഞാൻ ഏറെ ശ്രദ്ധിച്ചത്. പേടിയേ ഇല്ല, എനിക്കൊന്നിനെയും പേടിയില്ല എന്ന് പറയുന്നുണ്ട്. ജീവിതത്തെ അത്രയേറെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആർജവത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ആ പെൺകുട്ടിക്ക് ആദ്യം തന്നെ ആശംസകൾ. നേരിട്ട് കണ്ട് സംസാരിച്ച അവളുടെ ആ ആത്മധൈര്യത്തെക്കുറിച്ച്, ആത്മവിശ്വാസത്തെക്കുറിച്ച് ജെയിൻ ഒന്ന് പറയും. മോത്തി, തീർച്ചയായിട്ടും ഒരു റോഡിന്റെ സൈഡിലാണ്, അല്ലെങ്കിൽ തൊടുപുഴയിൽ നിന്ന് വെളിയാമറ്റം പോകുന്ന റോഡിന്റെ ഒരു വശത്ത് കലയന്താനി എന്ന ചെറിയ പട്ടണത്തിന്റെ സൈഡിലിരുന്നാണ്. മറ്റു കടകളുണ്ട്, അതിൽ നിന്നൊക്കെ മാറി ഒരു സ്ഥലത്ത് നിന്നാണ് ഈ കുട്ടി ഈ രാത്രി കാലങ്ങളിൽ ഈ ഉണ്ണിയപ്പം വിൽക്കുന്നത്. അവൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം അമ്മയുണ്ടാക്കി വെച്ചിരിക്കുന്ന ഉണ്ണിയപ്പങ്ങൾ താഴത്തേക്ക്, അല്ലെങ്കിൽ താഴത്ത് ഒരു വലിയ കുടയുടെ താഴത്തേക്ക് ഒരു ടേബിളും ഒരു ചെയറും കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ട് അത് വിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ അവളുടെ പഠനവും ആ സമയത്ത് തന്നെയാണ് നടക്കുന്നത്. ഇടയ്ക്കിടയ്ക്കാണ് അല്ലെങ്കിൽ ആളുകൾ വന്ന് ഇത് മേടിക്കുന്നത്. അതുകൊണ്ട് വളരെ സമയം ഉണ്ടാവും. ചിലപ്പോൾ വളരെ പെട്ടെന്ന് തീരും, അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി 11 വരെ നീണ്ടുപോകും. ഇതൊരു ഗ്രാമപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഒരു സമയം കഴിഞ്ഞാൽ ഒരുപക്ഷെ വാഹനങ്ങൾ, കടന്നു പോകുന്ന വാഹനങ്ങൾ മാത്രമേ ഉണ്ടാകൂ. മറ്റാളുകളൊന്നും ആ പൊതുനിരത്തിൽ ഉണ്ടാകില്ല. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടി, ഒരു +2 വിദ്യാർത്ഥി അവിടെ ഇരുന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭീതി തോന്നില്ലേ എന്ന കാര്യമാണ് നമ്മൾ ചോദിച്ചത്. പക്ഷേ അവൾ കടന്നു വന്ന ഒരു ജീവിത സാഹചര്യമുണ്ട്. അച്ഛൻ അല്ലെങ്കിൽ ഒരു 6 വർഷം മുമ്പ് അവളെ ഉപേക്ഷിച്ചു പോയിരുന്നു. പക്ഷെ ഉപേക്ഷിക്കുന്നതിന് മുമ്പും ആ കുടുംബത്തിന്റെ ജീവിതം വളരെ ദുരിതപൂർണമായിരുന്നു. സ്നേഹയുടെ അമ്മ ഹൈദരാബാദിൽ അധ്യാപികയായിരുന്നു. അവിടെ അച്ഛൻ മദ്യപിച്ച് ആ സ്കൂളിലൊക്കെ ചെന്ന് ബഹളം ഉണ്ടാക്കിയതിന് ശേഷമാണ് അവർക്ക് ആ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നത്. ആദ്യം പപ്പട കച്ചവടമാണ് മക്കളെ വളർത്താനായിട്ട് ആ സ്ത്രീ നടത്തിയത്. അതിനുശേഷം ഉണ്ണിയപ്പം വിൽക്കാൻ തുടങ്ങി. ഇതിനിടയിലാണ് അവർ രോഗബാധിതരായത്. അവൾ അമ്മയ്ക്ക് ഡിസ്കിന്റെ ഇടയിലേക്ക് ഞരമ്പുകൾ കയറി അധിക നേരം നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അപ്പൊ പിന്നെ ഈ കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഈ അല്ലെങ്കിൽ ഏണിംഗ് മെമ്പർ എന്നൊരു തലത്തിലേക്ക് ആ +2 വിദ്യാർത്ഥി മാറുകയായിരുന്നു. മിടുക്കിയായ വിദ്യാർത്ഥി കൂടിയാണ് ഈ പെൺകുട്ടി. 10ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങൾക്കും A+ ആയിരുന്നു. +1 മുഴുവൻ വിഷയങ്ങൾക്കും
A+ കിട്ടി. ഒരു 450 രൂപ അല്ലെങ്കിൽ 500 രൂപയിൽ കൂടുതൽ ആ കുടുംബത്തിന് വരുമാനമില്ല. അതിൽ നിന്ന് വേണം 5000 രൂപ വാടക നൽകാൻ. അതിനുശേഷം ലഭിക്കുന്ന തുച്ഛമായ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ആ 3 അംഗ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ശരിക്കും നമുക്ക് അറിയാം, ഇതേപോലെ വളരെയധികം കുട്ടികളുണ്ടാകും. അവർക്കൊക്കെ ഒരു പ്രചോദനമാണ്. കാരണം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒറ്റയ്ക്കായി പോവുകയോ അല്ലെങ്കിൽ നിരാശ്രയരായി പോവുകയോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഇങ്ങനെ ചില മാതൃകകളുണ്ട് എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, എനിക്ക് വ്യക്തിപരമായ സന്തോഷം നൽകുന്നത് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മളെ ആരും വിളിച്ചറിയിച്ചതല്ല എന്നുള്ളതാണ്. അവരും പോലും നമ്മളെ സമീപിച്ചിട്ടില്ല. നമുക്കറിയാം, വെള്ളിയാമറ്റത്ത് കുട്ടി കർഷകരുടെ പ്രശ്നം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഇങ്ങനെ വഴിയരികിൽ നിന്ന് രാത്രി ഉണ്ണിയപ്പം വിൽക്കുന്നത് കണ്ടപ്പോൾ എന്താണ് സംഭവം എന്ന് അന്വേഷിച്ച് നമ്മൾ അവരെ സമീപിച്ചിട്ടാണ് ഈ വാർത്ത ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഒരു പരാതിയുമില്ലാതെ, ആരും ശ്രദ്ധിക്കപ്പെടണമെന്നൊന്നും താല്പര്യമില്ലാതെ അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാധാരണ കുടുംബത്തിന്റെ വാർത്തയാണ്.